ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ CPM-ന് കുരുക്ക്. കട്ടിളപ്പാളി മോഷണക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് വാസുവാണ്. കൂടുതൽ CPM നേതാക്കളും സംശയത്തിന്റെ നിഴലിൽ എന്നാണ് സൂചന. വി വിനീഷ് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. വിനീഷ്, ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ CPM-നും സർക്കാരിനും വലിയ കുരുക്കാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയിരിക്കുന്നു. അടുത്ത വർഷം ഏപ്രിൽ മാസമായാൽ, അതായത് 5 മാസം കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുകയാണ്. അതിനാൽ തന്നെ ഈ വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനായി പല അടവുകൾ പയറ്റി. ഒന്ന്, PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ നാടകം CPM-ഉം CPI-യും തമ്മിൽ നടത്തി. മെസ്സിയുടെ പേരിലുള്ള വിവാദങ്ങൾ, അങ്ങനെ പല വിഷയങ്ങളിലൂടെ ശ്രദ്ധ തിരിക്കുവാൻ ചില മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ CPM-ഉം ഒക്കെ ചേർന്ന് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും വിനീഷ്, നൽകിയിട്ടുള്ള ഈ റിപ്പോർട്ട് അടിസ്ഥാനമുള്ളതാണ്. അതായത് വലിയ തോതിലുള്ള കുരുക്കിലേക്ക് സർക്കാരും അതോടൊപ്പം തന്നെ CPM-ഉം ചെന്നെത്തിയിരിക്കുകയാണ് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട്, അല്ലേ വിനീഷ്? തീർച്ചയായിട്ടും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും CPM-നും ഒരേ തരത്തിലുള്ള തിരിച്ചടിയാവുകയാണ്. പ്രത്യേകിച്ച് N. വാസു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പ്രതിപട്ടികയിലേക്ക് എത്തുമ്പോൾ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വാസുവിനെ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായി ചുമതല ഏൽപ്പിക്കുന്നത് CPM നേതൃത്വമാണ്. ആ CPM നേതൃത്വത്തിന് ഏറ്റവും അടുപ്പക്കാരനായ വാസുവിനെ ഇത്തരത്തിൽ ചുമതല ഏൽപ്പിക്കുന്നതോടുകൂടി അതിനുശേഷം വലിയ രീതിയിലുള്ള അഴിമതികളാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത്. വലിയ സ്വർണ്ണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഉത്തരം പറയേണ്ട ചുമതല CPM നേതൃത്വത്തിനുമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും പ്രധാനം എന്നത് ഏറ്റവും പുതുതായി വരുന്ന ഈ ഒരു വാർത്ത, ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. മുൻ ദേവസ്വം പ്രസിഡന്റ് അംഗം ചോദ്യമുനയിൽ എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശങ്കരദാസിനെയും നിലവിൽ ചോദ്യം ചെയ്തു അന്വേഷണ സംഘം എന്ന് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പത്മകുമാറിനൊപ്പം ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ശങ്കർദാസ്. ഈ ശങ്കർദാസിനെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥ നിർദ്ദേശങ്ങൾ ബോർഡ് അംഗീകരിച്ചെന്നാണ് മൊഴി ഇപ്പോൾ ശങ്കർദാസ് നൽകിയിരിക്കുന്നത് എന്ന സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അന്വേഷണ സംഘത്തിന് മുന്നിലാണ് ഇത്തരത്തിലുള്ള മൊഴി നൽകിയിരിക്കുന്നത്. ഏതൊരു സാമ്പത്തിക ലാഭവും നേടിയിട്ടില്ലെന്നാണ് ശങ്കർദാസ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പ്രത്യേകിച്ച് അന്നത്തെ ഭരണസമിതി അംഗങ്ങളെയൊക്കെ മുൾമുനയിൽ നിർത്തിയുള്ള ഒരു ചോദ്യം ചെയ്യൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുണ്ടാകുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനും ഒപ്പം തന്നെ ഇടതുപക്ഷത്തിനും തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഏറ്റവും CPM-ൻ്റെ ഏറ്റവും വിശ്വസ്തനായ വാസുവിനെ അന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാക്കി മാറ്റിയത് CPM നേതൃത്വത്തിൻ്റെ തീരുമാനപ്രകാരമാണ്. അപ്പോൾ CPM-ന് ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കാനോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനോ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ഭക്തർക്ക് മുന്നിൽ കൃത്യമായ രീതിയിലുള്ള വിശദീകരണം നടത്തേണ്ട ചുമതല ഇപ്പോൾ CPM നേതൃത്വത്തിനും എത്തി നിൽക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും CPM-ൻ്റെ ഭരണസമിതി അംഗങ്ങളും ഒപ്പം തന്നെ അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം മന്ത്രിക്കും ഈ സ്വർണ്ണ കവർച്ചയിലുള്ള ബന്ധങ്ങൾ സംബന്ധിച്ചുള്ള ചുരുളഴിയുന്ന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം വലിയ തോതിൽ കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ടായിരുന്നു. ആ നിരീക്ഷണം പ്രത്യേകിച്ച് അന്നത്തെ ഭരണസമിതിക്കും സർക്കാരിനും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും ദേവസ്വം ബോർഡിനൊക്കെ തന്നെ വലിയ തിരിച്ചടിയാകുന്ന തരത്തിലാണ്. കാരണം സുപ്രീം കോടതിയുടെ നിരീക്ഷണം ഇത്തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വലിയ അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് സംഘങ്ങൾ ഇതിൽ ഉണ്ടോ, ഇതിന് പിന്നിലുണ്ടോ എന്ന ചോദ്യമായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ചോദിച്ചത്. ഈ ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറെ നിർണായകമായ ഒരു നിരീക്ഷണം തന്നെയാണ്. അത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ ഇപ്പോഴും മാറിയിട്ടില്ല. കാരണം ഇതിന് പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, ഇതിന് പിന്നാമ്പുറത്ത് കളിച്ചത് ആരൊക്കെയാണ്, ഈ സ്വർണ്ണ കവർച്ചയ്ക്കായി പിന്നാമ്പുറത്ത് നിന്ന് ചരട് വലിച്ചത് ആരൊക്കെയാണ് എന്ന് സംബന്ധിച്ചുള്ള വ്യക്തമായ അന്വേഷണത്തിലേക്ക് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കടക്കാൻ സാധിച്ചിട്ടില്ല. വാസുവിനെ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ അത് കൂടുതൽ CPM നേതാക്കളിലേക്ക് ഈ അന്വേഷണം കടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവർക്ക്, പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയും സ്വാധീനമുണ്ടാകാൻ കാരണമുണ്ടായത് ഈ വാസുവും ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾക്കും ഒപ്പം തന്നെ സർക്കാരിൻ്റെ പിന്തുണയും അന്നത്തെ സർക്കാരിൻ്റെ പിന്തുണയുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല.